ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് നഴ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ട്രയാജിങ് സിസ്റ്റമാണ്. ട്രയാജിങ് സിസ്റ്റം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, കാഷ്വാലിറ്റി, അതുപോലെ തന്നെ ഡിസാസ്റ്റർ നടന്നിട്ടുള്ള ഏരിയകൾ, മിലിറ്ററി സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ കൂടുതലും ട്രയാജിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ പേഷ്യൻസിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ഈ ട്രയാജിങ് ഓർഡർ ആക്കിയിരിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പെട്ടെന്ന് ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ട് ഡെത്തായവർ, എക്സ്പെക്റ്റഡ് ടു ഡെത്ത്, അതായത് മരിക്കാൻ ചാൻസ് കൂടുതലുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി റെഡിനാണെന്ന് വയ്ക്കുക. അതിൽ ഇമ്മീഡിയറ്റ് എമർജൻസി കെയറാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമിനൻ്റായ ഡേഞ്ചറിലോട്ട് പേഷ്യൻറ്റ് പോകണേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ലൈഫ് നമുക്ക് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാണ് റെഡ്. യെല്ലോ പറയുമ്പോൾ കുറച്ച് ഡിലേഡാണ്, ലൈഫ് അത്ര ഇമിനൻ്റ് ഡേഞ്ചറിലല്ല, കുറച്ച് നേരത്തെ നമുക്ക് ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ കുറേ കഴിയുമ്പോൾ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഡേഞ്ചറിലോട്ട് പോകാം. അപ്പം നമ്മളവരെ അർജൻറ്റ് ട്രീറ്റ്മെൻറ്റിൽ ഇടുന്നുണ്ട്. പക്ഷെ അത്ര ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയർ അല്ല, മെഡിക്കൽ കെയർ ആവശ്യമാണ് താനും. പിന്നെ ഗ്രീൻ എന്ന് പറയുമ്പോൾ മിനിമലാണ്, ചെറിയ ചെറിയ കട്ട് ഇഞ്ചുറീസ്, കുഞ്ഞ് അത്ര ബ്ലീഡിങ് ഇല്ലാത്ത ചെറിയ ചെറിയ ഇഞ്ചുറീസ്, അബ്രേഷൻസ് ഒക്കെയാണ് ഗ്രീനിൽ പറയണത്. നമ്മൾ ഒരു വിൽ എവൻച്വലി റിക്വയർ ട്രീറ്റ്മെൻറ്റ്, കുറച്ച് സമയം ഗ്രാജുവൽ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിരിക്കണം, ബട്ട് ടൈം എടുക്കാം നമുക്കത്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡെത്താകും, രക്ഷിക്കാൻ പോയാലും ഡെത്താകും, അല്ലെങ്കിൽ ഡെത്തായവർ, ഈ രണ്ട് കാറ്റഗറിയാണ് ഇതിൽ വരുന്നത്. അതായത് ഭയങ്കര എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള മാസീവ് ഇഞ്ചുറീസ് സംഭവിച്ചവരൊക്കെ ബ്ലാക്കിലാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയണത്. നമുക്കറിയാം ഇപ്പോഴും ബയോമെഡിക്കൽ വേസ്റ്റ് വരുമ്പോൾ ഹോസ്പിറ്റൽ വേസ്റ്റുകളാണ് കൂടുതലും. അവിടെ ഏറ്റവും കൂടുതൽ വരണത് ഡയഗ്നോസിസ് ടെസ്റ്റ്, ഈ ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തതിൻ്റെ വേസ്റ്റുകൾ, പേഷ്യൻസിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിൻ്റെ ഡ്രസ്സിങ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇമ്മ്യൂണൈസേഷൻ ചെയ്തിട്ടുള്ള സിറിഞ്ചുകൾ, നീഡിൽ, പിന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ, അനിമൽസിൻ്റെ ഒക്കെ അതിൽ റിസർച്ച് ചെയ്തതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്ന വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ പെടുത്തുന്നത്. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഇൻഫെക്ഷ്യസ് വേസ്റ്റ്, പത്തോളജിക്കൽ വേസ്റ്റ്, ഷാർപ്പായിട്ടുള്ള വേസ്റ്റ്, ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, ജീനോടോക്സിക് ആയിട്ടുള്ള വേസ്റ്റുകൾ, കെമിക്കൽ വേസ്റ്റുകൾ, ഹൈ കണ്ടൻറ്റ് ഓഫ് മെറ്റൽസ്, നമ്മൾ ഇംപ്ലാന്റുകളൊക്കെ ഇല്ലേ, പിന്നെ പ്രഷേർഡ് കണ്ടെയ്നേഴ്സ്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ ഇതിൽ വരുന്നതാണ്. ഇത് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, എയർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാം, വാട്ടർ പൊല്യൂഷൻ പ്രിവെൻറ്റ് ചെയ്യാം, ലാൻഡ് പൊല്യൂഷനും പ്രിവെൻറ്റ് ചെയ്യാം. ഇനി വേസ്റ്റ് സെഗ്രിഗേഷൻ, എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും അതിനെ സ്റ്റോർ ചെയ്യുന്നതും. ഫസ്റ്റ് കാറ്റഗറി വരുന്നത് നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ്. ഇൻഫെക്റ്റഡ് അല്ലാതെ, പക്ഷേ എന്താണ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആണ്, ടോക്സിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ടോക്സിക് ആവുന്നതാണ്, കെമിക്കൽസ് ഒക്കെ ഉള്ള വേസ്റ്റുകളായിരിക്കും. നമ്മൾ ബ്ലാക്ക് കണ്ടെയ്നറിലാണ് ഇടുക. ഇതെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണതെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യും, എന്നിട്ട് തന്നെ ലാൻഡ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത്, കുഴിച്ചിടും. ഇനി ഇൻഫെക്റ്റഡ് വേസ്റ്റുകളാണെങ്കിൽ അതിൽ സോളിഡ് വേസ്റ്റ് വരുന്നുണ്ട്, അത് റെഡിലാണ് വരിക. അതിൽ വരുന്നത് ഡ്രസ്സിങ്സും പിന്നെ കാസ്റ്റുകളൊക്കെയാണ്, നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനത്തെ കാസ്റ്റുകളൊക്കെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നമ്മൾ ഡീബ്യൂറൈലൈസ് ചെയ്യും. പിന്നെ ഇൻഫെക്റ്റഡ് വേസ്റ്റിൽ വരുന്ന പിന്നെ സെക്കൻഡ് കാറ്റഗറിയാണ് അനാട്ടമിക്കൽ വേസ്റ്റ്. നമ്മുടെ പ്ലാസൻ്റ പോലെ ലാബിൽ വരുന്ന ബ്ലഡ്, അങ്ങനത്തെ പസ്, അങ്ങനത്തെ വേസ്റ്റുകൾ, ബോഡി പാർട്സൊക്കെ ഈ യെല്ലോ കണ്ടെയ്നറിലാണ് വരുന്നത്. നമ്മൾ ഡീപ്പായിട്ട് ഡീബ്യൂറിൽ ചെയ്യും, എന്ന് വെച്ചാൽ കുഴിച്ചിടും, നല്ല ആഴത്തിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ് പറയുമ്പോൾ സിറിഞ്ചും ഗ്ലൗസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെയാണ് ബ്ലൂ കണ്ടെയ്നറിലാണ് ഇടുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും, ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യും. 1% ക്ലോറിൻ സൊല്യൂഷൻ വെച്ചിട്ട് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, റീസൈക്കിൾ ചെയ്യും. ലാസ്റ്റ് വരുന്നത് ഷാർപ്സിൽ നീഡിൽസ് ആൻഡ് കട്ട് ഗ്ലാസ്സസ് ഒക്കെ വരുന്നത്. അതിൽ വൈറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഷാർപ്പ് പിറ്റുകൾ വലിയ വലിയ കുഴികൾ ഫോം ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ വരുന്ന സ്റ്റെപ്സ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം സർവേ നടത്തണം അല്ലേ, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എങ്ങനത്തെ വേസ്റ്റുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹോസ്പിറ്റലിലെ വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്യണം, സെഗ്രിഗേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്ത വേസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്യും. കെമിക്കൽ വേസ്റ്റ്, അതുപോലെ ഷാർപ്നേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറേജ് ചെയ്യും. ഇത് സ്റ്റോറേജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 48 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും നമ്മൾ വേസ്റ്റിനെ സ്റ്റോറേജ് ചെയ്ത് വയ്ക്കാൻ പാടില്ല. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം അതിനെ. ഇമേജുകാർ വന്നിട്ട് വേസ്റ്റ് എടുത്തിട്ട് പോകും. ട്രീറ്റ്മെൻറ്റ് എവിടെയാണോ ചെയ്യുന്നത് ആ സ്ഥലത്തോട്ട് അവർ കൊണ്ടുപോകും. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈക്കിളാണ് പറയുന്നത്. ഇതിൽ പ്രിപ്പറേഷൻ വരുന്നുണ്ട്, റെസ്പോൺസ് വരുന്നുണ്ട്, റിക്കവറി, മിറ്റിഗേഷൻ എപ്പോഴും ബിൽഡ് ചെയ്യുക, അതിനെ സ്ട്രെങ്തൻ ചെയ്യുക. അല്ലെങ്കിൽ
ഇപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി നടന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ അവർക്ക് വേണ്ട ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ഒരു ഡിഫെൻസ് ചെയ്യാൻ അതിന് എതിരായിട്ട് അവരേക്ക് എങ്ങനെ വർക്ക് ചെയ്യാം അതിനെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കുക. അതൊക്കെയാണ് മിറ്റിഗേഷൻ. പ്രിപ്പയർനെസ്സും സെയിം ആസ് മെഡിക്കൽ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് അങ്ങനത്തെ ഷെൽട്ടറുകൾ റെഡിയാക്കുക. അവർക്ക് ആ ഡിസാസ്റ്റർ സമയത്ത് മാറി താമസിക്കാനുള്ള സ്ഥലങ്ങൾ റെഡിയാക്കുന്നത് പ്രിപ്പറേഷനിൽ വരും. റെസ്പോൺസ് പറഞ്ഞാൽ ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, നമ്മളപ്പോൾ എന്താ ചെയ്യുക, എമർജൻസി ആയിട്ട് ട്രയാജിങ് സിസ്റ്റം കൊണ്ടുവരും, എന്നിട്ട് പേഷ്യൻസിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് കെയർ ചെയ്യും. അതാണ് റിക്കവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഡിസാസ്റ്റർ നടന്നതിന് അവരെ ഫിസിക്കൽ റിക്കവറി ആയിരിക്കും, എക്കണോമിക്കലായിരിക്കും, ആ ഡേഞ്ചർ സിറ്റുവേഷൻ അവരെ റിക്കവർ ചെയ്തെടുക്കുന്നതാണ് റിക്കവറി ഫേസ് എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ലോസ് ആയിട്ടുള്ളതിനൊക്കെ നമുക്കൊന്ന് തൽക്കാലം, പക്ഷേ വസ്ത്രങ്ങളൊക്കെ പോയവരാണെങ്കിൽ അവർക്ക് ഡ്രസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നോക്കി നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് റിക്കവറി ഫേസ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്കറിയാം, ഓർഗനൈസിങ് ഡയറക്റ്റ് റിസോഴ്സസ് ടു കോപ്പ് വിത്ത് ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ ഒന്ന് കോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, റിസോഴ്സുകൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രിപ്പയർനെസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഹെൽത്ത് ഹസാർഡ്സും വൾണറബിലിറ്റീസൊക്കെയാണ് വരാൻ ചാൻസ് ഉള്ളത്, അതിനെതിരായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യിക്കുക. മിറ്റിഗേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഈ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് പറയില്ലേ, ഇപ്പോൾ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുണ്ടാകും കുറേ ആളുകൾ, കുറേ സ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും, എക്കണോമിക്കൽ ലോസ് ഉണ്ടായിട്ടുണ്ടാകും. ആ ഇമ്പാക്റ്റുകളെ എങ്ങനെ കുറയ്ക്കാം, ആളപായം ഉണ്ടായിട്ടുണ്ടാകും, കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ആ ഇമ്പാക്റ്റുകളെ എങ്ങനെ കുറയ്ക്കാൻ പറ്റുക ആണ് മിറ്റിഗേഷൻ. റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ കെയർ കൊടുക്കുക, വിക്ടിംസിന് കെയർ കൊടുക്കുക, പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കുക. റിക്കവറി പറയുമ്പോൾ ഈ അവരെ സപ്പോർട്ട് ചെയ്യുക, റിക്കവർ ആയവരെ സപ്പോർട്ട് കൊടുക്കുക. ഫിസിക്കൽ സപ്പോർട്ട്, എക്കണോമിക്കൽ സപ്പോർട്ടായിരിക്കാം, ഷെൽട്ടർ കൊടുത്തിട്ടുള്ള സപ്പോർട്ടായിരിക്കാം, ഫുഡ് കൊടുത്തിട്ടുള്ള സപ്പോർട്ടായിരിക്കാം. അങ്ങനത്തെ പല സപ്പോർട്ടുകളും നമുക്ക് ചെയ്യാം. അതാണ് റിക്കവറി ഫേസ്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമുക്കറിയാം, വോൾ ബ്ലഡ്, മുഴുവനായിട്ടുള്ള ബ്ലഡ്, അല്ലെങ്കിൽ ചില ബ്ലഡ് കോമ്പോണൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ FFP, ഓട്ടോലോഗസ് റെഡ് ബ്ലഡ് സെൽസ്, ആൽബുമിൻ, പ്ലാസ്മ പ്രോട്ടീൻ, പ്ലേറ്റ്ലെറ്റ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ക്രയോപ്രസിപിറ്റേറ്റ്, ഇങ്ങനത്തെയൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കോമ്പോണൻസ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ നമ്മൾ എന്ത് പറയും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് പെടുത്തും. പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ABO ബ്ലഡ് ഗ്രൂപ്പാണ്. RH ഫാക്ടർ വരുമ്പോൾ അത് AB പോസിറ്റീവ് എന്നും RH ഫാക്ടർ ഇല്ലെങ്കിൽ AB നെഗറ്റീവ് എന്നൊക്കെ നമ്മൾ പറയും. യൂണിവേഴ്സലായിട്ട് നമുക്ക് ഡോണർ, എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ആളാരാണ്, O ഗ്രൂപ്പുകാരാണ്. യൂണിവേഴ്സലായിട്ട് റിസീവ് ചെയ്യുന്നവരാണ് AB ഗ്രൂപ്പുകാരാണ്. അവർക്ക് എല്ലാ ബ്ലഡ് റിസീവ് ചെയ്യാൻ കുഴപ്പമില്ല. ഈ ഡ്യൂറിങ് ദി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്യണം പേഷ്യൻറ്റിന്, കാരണം അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. പിന്നെ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വൈറ്റൽ സൈൻസ് നോക്കണം, പേഷ്യൻറ്റിൻ്റെ ബ്ലഡും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലോറൈറ്റ് 5 to 10 ml ആ ഫ്ലോറൈറ്റിൽ വേണം വെക്കാനായിട്ട് ഫസ്റ്റ് 30 minutes. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം എല്ലാ പ്രോസസ്സും, എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടോ, പേഷ്യൻറ്റ് ജനറൽ കണ്ടീഷൻ എന്താണ്, വൈറ്റൽ സൈൻസ് എന്താണെന്നൊക്കെ നമ്മൾ റിപ്പോർട്ടിൽ ഡോക്യുമെൻറ്റ് ചെയ്യണം. പിന്നെ കോംപ്ലിക്കേഷൻസ്, ചിലർക്ക് അലർജി റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. കാരണം റോങ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോഴൊക്കെ ഹീമോലൈസിസ് വരാം. പിന്നെ ട്രാൻസ്ഫ്യൂഷൻ ഓവർലോഡ് വരാം. ഇൻഫെക്ഷൻസ് HIV, ഹെപ്പറ്റൈറ്റിസ് B ഒക്കെ ട്രാൻസ്മിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പോതെർമിക് ആവും ചില പേഷ്യൻസ്, ടെമ്പറേച്ചർ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫീവർ ചിലർക്ക് വരും, ചിൽസ് വരും, റാഷസ് ഫോം ചെയ്യും, ചെസ്റ്റിലും ലോവർ ബാക്കിലും പെയിൻ ഉണ്ടായിരിക്കും, ഡാർക്ക് യൂറിൻ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വരാം, ഹാർട്ട് ഫെയിലിയറൊക്കെ വരാം കോംപ്ലിക്കേഷൻസ് ആയിട്ട്. പ്രീ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ ചില പേഷ്യൻസ് ഭയങ്കര പേടിയായിരിക്കും, സർജറി ചെയ്യാൻ പോകുന്ന ആൻസൈറ്റി ഉണ്ട് അവർക്ക്. പിന്നെ ഈ NPO ഒക്കെ വെക്കുന്നത് ഗ്യാസ്ട്രൈറ്റിസ് വരാനും നോസിക്കും ചാൻസ് ഉണ്ട്. പിന്നെ ഇറിറ്റേറ്റീവ് അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് വരും. പിന്നെ കോർണിയൽ റിയാക്ഷൻസ് മെയിനായിട്ട് ഐ സർജറീസിനൊക്കെയാണ് വരിക, പ്രീ ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ പെരി ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ ഡ്യൂറിങ് ദി പ്രൊസീജിയർ, ഇപ്പോൾ ഹൈപ്പർ ടെൻഷനിൽ പോകും സർജറിയുടെ സമയത്ത് പേഷ്യൻറ്റ്, കാരണം ബ്ലഡ് ലോസ് ഉള്ള സർജറി ഒക്കെ ആണെങ്കിൽ അങ്ങനെ വരും. പിന്നെ മിസ്മാച്ച്ഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഹൈപ്പർ ടെൻഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ BP കൂടുന്നത് നമ്മൾ കീറ്റാമിൻസും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷനാണ്. പിന്നെ ഫിയോക്രോമോസൈറ്റോമിക്കുള്ള കണ്ടീഷൻസിൽ BP കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹൈപ്പോക്സിയ പറയുമ്പോൾ ഓട്ടോ ലെവൽ കുറയുക, ഇന്നഡിക്കേറ്റഡ് ബ്ലഡ് ഫ്ലോ, ചിലപ്പോൾ പ്രോപ്പറായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, അങ്ങനെ വരാം. പിന്നെ ആൽവിയോറ വെന്റിലേഷൻ ഇന്നഡിക്കേറ്റ് ആകുമ്പോഴും ഇങ്ങനെ ഹൈപ്പോക്സിയിലോട്ട് പോകാറുണ്ട്. പിന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ പറയുമ്പോൾ പെയിന്, പിന്നെ ബ്ലീഡിങ്, വൂണ്ട് ഇൻഫെക്ഷൻസ്, ഡീപ് വെയിൻ ത്രോംബോസിസ്, പൾമണറി എംബോളിസം, യൂറിനറി റിറ്റൻഷൻ, ചില അനസ്തേഷ്യൽ ഡ്രഗ്സിനോടുള്ള റിയാക്ഷൻസ്, പിന്നെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, GI കോംപ്ലിക്കേഷൻസ്, അനീമിയ, ഫീവർ, ഡെലീറിയം, ഷോക്ക്, ന്യൂമോണിയ, വൂണ്ട് ഡിഹൈൻസസ് ഒക്കെയാണ് മെയിൻ കോംപ്ലിക്കേഷൻസ്. വൂണ്ട് ഡിഹൈൻസസ് പറഞ്ഞു കഴിഞ്ഞാൽ വൂണ്ട്
ഇങ്ങനെ അടർന്ന് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം വിട്ടിട്ട് ഇങ്ങനെ അടർന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്നത്. ബേൺസ് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും ഹീറ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഷോക്കോ അല്ലെങ്കിൽ കെമിക്കൽസ് വന്നിട്ടോ എന്തെങ്കിലും ഉരഞ്ഞിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഭാഗം സൺബേണൊക്കെ അടിച്ചിട്ടെങ്കിലും നമുക്ക് ബേൺസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ടൈപ്പ് ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. ഇത് എത്ര ഡെപ്ത്ത്, എത്ര മാത്രം ടിഷ്യൂസ് ഇൻവോൾവ് ബോൺ ഇൻവോൾവ് ആയിട്ടുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ ഡെപ്ത്ത് പറയുക. അപ്പോൾ മൈനർ ബേൺസ് ഒക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? പെട്ടെന്ന് നമ്മൾ കൂൾ വാട്ടറിൽ കൊണ്ടുവയ്ക്കുക, ഡ്രസ്സിങ് ചെയ്ത് കൊടുക്കുക. പിന്നെ സിവിയർ ബേൺസ് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം, കാരണം ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, കാരണം ഡീഹൈഡ്രേഷൻ റിസ്ക് കൂടുതലാണ്. പിന്നെ പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ നോക്കേണ്ടി വരും, പോസിബിലിറ്റി ചിലപ്പോൾ സർജറി സ്കിൻ ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം സിവിയർ ബേൺസിന്. പിന്നെ ബേൺസിൻ്റെ കോംപ്ലിക്കേഷൻ പറയുമ്പോൾ ചിലർക്ക് ഇൻഫെക്ഷൻ വരാം, അവിടെ മാർക്കുകൾ വരും, കൺട്രാക്ചർ, കാരണം സ്റ്റിഫ് ആവും ചിലപ്പോൾ ജോയിൻസ് ഏരിയസൊക്കെ. പിന്നെ സൈക്കോളജിക്കൽ ട്രോമ വരും, കാരണം ഫേസൊക്കെ പൊള്ളിയതെങ്കിൽ ഭയങ്കര സൈക്കോളജിക്കലൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടാവും. പിന്നെ റൂൾ ഓഫ് 9 ആണ് പറയുന്നത്. ഹെഡ് ആൻഡ് നെക്കാണെങ്കിൽ നമ്മൾ 9% ആണ് കൊടുക്കുക, ചെസ്റ്റിലും അപ്പർ ബാക്കുമാണ് 9% കൊടുക്കാം, ആംസിലാണെങ്കിൽ 9%, അബ്ഡമൻ ലോവർ ബാക്കാണ് 9%, ജെനറ്റൽ ഏരിയയിൽ 1% കൊടുക്കുക, ലെഗ് 18% ആണ് കൊടുക്കാറ് ഈച്ച് ലെഗ്. പിന്നെ ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ ബേൺസ് നമ്മൾ പാർക്ക്ലാൻഡ് ഫോമിലാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ 4 ml പറയുമ്പോൾ 4 ml ഇൻറ്റു ടോട്ടൽ ബോഡി സർഫസ് ഏരിയ. അത് ബോഡി സർഫസ് ഏരിയ എത്രമാത്രം ഇപ്പോൾ ലെഗിൽ പറഞ്ഞു ഇത്ര പെർസെൻറ്റേജാണ്, അപ്പോൾ ആ പെർസെൻറ്റേജാണ് നമ്മളോട് എഴുതേണ്ടത്. ഇൻറ്റു വെയിറ്റ്, പേഷ്യൻ്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് എത്രയാണ് അത് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയിട്ടുള്ള വാല്യൂന്ന് ഹാഫ് ഓഫ് ദി സൊല്യൂഷൻ നമ്മൾ 8 മണിക്കൂറിൽ കൊടുക്കണം, ഫസ്റ്റ് 8 മണിക്കൂറിൽ. പിന്നത്തെ റിമൈനിങ് ഹാഫിന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത 16 മണിക്കൂറിനകത്തേ ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെൻറ്റ് ഇൻ ബേൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.